ഡിജി ലൈഫ് സർവീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈൻ സർവീസുകളെ കുറിച്ചുള്ള ഒരു ചാനലാണിത്. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓൺലൈൻ സർവീസുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഓൺലൈൻ സർവീസുകളും നമ്മൾ ഈ ചാനലിൽ കൂടെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ആധാർ കാർഡ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിളിൽ UIDAI.government.in എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആധാറിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിക്കാം. അവിടെ മൈ ആധാറിന് പുറത്തായി ഒരു ഡാഷ്ബോർഡ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആധാറിൻ്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ കിടക്കും. ലോഗിൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്പറും അതേപോലെ ഒരു ക്യാപ്ചയും വന്നിരിക്കുന്നത് കാണാം. അവിടെ ആധാർ കാർഡ് നമ്പർ അതേപോലെ ക്യാപ്ച അത് ശരിയായിട്ട് തന്നെ ടൈപ്പ് ക്യാപ്ച തെറ്റിപ്പോകാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം താഴെ ലോഗിൻ വിത്ത് OTP എന്ന് കാണാവുന്നതാണ്. അവിടെ OTP ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അയക്കുന്നതാണ്. ആ OTP കൃത്യമായി തന്നെ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആധാറിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിക്കും. നമ്മുടെ പേരുള്ളത് അവിടെ നമ്മുടെ മൊബൈൽ ഭാഗത്തായിട്ട് കാണാം. നമ്മുടെ ഫോട്ടോ വെച്ച് നമ്മുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ബോക്സ് അവിടെ കയറി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അതിനായി ആധാർ ഡൗൺലോഡ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത ശേഷം മുന്നോട്ട് വരിക. നമ്മുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് കാണാം. എല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം ഡൗൺലോഡിൽ നിൽക്കുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് നമ്മൾ കടന്നു. ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. അത് കൃത്യമായി അടിച്ചു കൊടുക്കുക. ആ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റേഴ്സും അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. അത് കൃത്യമായി തന്നെ അവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ അമർത്താവുന്നതാണ്. ഓക്കെ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡായി വരുന്നത് കാണാം. ഇത് PDF ഫയലായിട്ടോ അതല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് കാണാം.